അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ യുക്തിപരമായി ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ലേ അത്. ഈ ലോകം മൊത്തം സൃഷ്ടിക്കപ്പെട്ട ലോകത്തിന്റെ മൊത്തം അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞയച്ചതെങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ എന്ന സത്ത ഇവിടെയുണ്ട്, മുഹമ്മദീയ സത്ത ഇവിടെ ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ കൂടുതൽ പ്രയാസമില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ എല്ലാവരും ഇത് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ഈ കാര്യത്തിൽ തർക്കമില്ല എന്നല്ല. ഇവിടെ റസൂലുള്ളാഹി ഇല്ലായിരുന്നുവെങ്കിൽ ലോകം പടക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ഹദീസ് വന്നപ്പം ആ ഹദീസ് മൗദൂ ആണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിർമ്മിത ഹദീസാണ്. ആ ഹദീസിനെ തള്ളിക്കളയാമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആ ഹദീസ് ഉണ്ടെന്ന നിലക്കല്ല, പക്ഷേ അതിനെ തള്ളിക്കളയുമ്പോൾ തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഈ പറയുന്നത് സനദടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ചില കുഴപ്പങ്ങളുള്ളത് കൊണ്ടാണ്. എന്നാൽ മത്തിന് ഈ ഹദീസിന്റെ സാരമില്ലേ, ഈ ഹദീസിന്റെ അർത്ഥം അതെല്ലാ അർത്ഥത്തിലും ശരിയാണ്. നബി തങ്ങളില്ലെങ്കിൽ ലോകമില്ലെന്ന് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും ശരിയാണ് എന്ന് അവിടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അത് കാണാതെ ഹദീസ് മൗദൂആണെന്ന് പറഞ്ഞത് അതുമാത്രം വെച്ചുകൊണ്ട് നബി തങ്ങളാണ് ആദ്യം പടക്കപ്പെട്ടതെന്ന സത്യത്തെ നിഷേധിക്കുന്നവരുണ്ട്. ഉറപ്പാണ് ഇവരിതിനൊക്കെ പരലോകത്ത് വെച്ച് അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ഇമാം ബൂസീരി നമ്മെ നന്നായി സുന്ദരമായി പഠിപ്പിച്ചു. ലൗലാഹു ലം തുഖ്റജിദ് ദുനിയാ മിനൽ അദബി. ആ മഹാനില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം ഇല്ലായ്മയിൽ നിന്ന് പടക്കപ്പെടില്ലായിരുന്നു. ആരെക്കുറിച്ചാ ഞാൻ ഇത്രയും നേരം ഈ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ നജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ച വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രപഞ്ചത്യാഗമാണ്, കടുപ്പമേറിയ ഭൗതിക വിരക്തി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലോണം നേടിച്ചു നിന്നിരുന്നു. അടുത്ത ബൈത്ത് റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥാനവും ബഹുമാനവും പറഞ്ഞു എന്നല്ല, ആളെ വ്യക്തമായി പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞെടുത്ത് തന്നെ സുഹദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒറ്റ കാര്യവും കൂടെ പറയാം. നമുക്കൊക്കെ ഭക്ഷണം, വസ്ത്രം, എല്ലാ സൗകര്യങ്ങളും നമുക്കിങ്ങനെ നിറഞ്ഞു നിൽക്കണം. ഇതൊന്നും പാടില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ അതിനുവേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ പാടില്ല. അതാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങുന്ന രൂപത്തിൽ അതിനുവേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി വിരിപ്പ് മടക്കി കൊടുത്തിരുന്നത് 2 മടക്കായിട്ടാണ്. നബി കിടന്നിരുന്ന വിരിപ്പ് 2 മടക്കായിരുന്നു. കുന്നാ നസ്നി ഫിറാശഹു സിൻതൈൻ. ഞങ്ങൾ നബി തങ്ങളുടെ ഫിറാഷ് വിരിപ്പ് ചുരുട്ടി മടക്കിയിരുന്നു. സിൻതൈനി 2 അട്ടിയായിട്ട് മടക്കിയിരുന്നു. ഒരു തുണി, ഒരു പുതപ്പ്, വിരിപ്പ് 2 ഒരു മടക്കാക്കിയിട്ടിട്ട് 2 അട്ടിയായിട്ട് അവിടെ ഇടുന്നു. അതാണ് ഒറ്റ മടക്കം നടത്തും. അതാ സിൻതൈൻ. 2 അട്ടിയായിട്ട് വിരിച്ചു കൊടുത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അങ്ങനെ ഫയനാമു അലൈഹി, ഹബീബ് സുഖമായി അതിൽ കിടന്നുറങ്ങും. ഫസനൈതു ലഹു ലൈലതൻ ബിഅർബഅ. എന്റെ അടുത്ത് രാപ്പാർക്കുന്ന ദിവസം. ഹഫ്സാ ബീബി റസൂലുള്ളാഹിയുടെ ഭാര്യയാണല്ലോ. ഹഫ്സാ ബീബി പറയുന്നു, ഞാൻ നബി തങ്ങളോട് പറഞ്ഞിട്ടില്ല. സാധാരണ 2 അട്ടിയിലാണ് പുതപ്പിടാറുള്ളത്, ഒരു മടക്കാ മടക്കാറുള്ളത്. ഞാനത് ഒരു മടക്ക് മടക്കി, പിന്നെയും കൂടെ ഒരു മടക്കും കൂടെ മടക്കിയപ്പം 4 അട്ടിയായി. ഫസനൈതു ലഹു ലൈലതൻ ബിഅർബഅ. വിരിപ്പ് 4 മടക്കായി മടക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് കിടക്കാൻ കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ അതിൽ കിടന്നു. അതത്ര ചിന്തിച്ചില്ല. അങ്ങനെ പിറ്റേന്ന് സുബഹി സമയമായപ്പം അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മാ ഫറസ്തും ലിയൽ ലൈല. നിങ്ങള് എനിക്ക് എന്താണ് ഇന്നലെ രാത്രി വിരിച്ചു തന്നിരുന്നത്? നിങ്ങൾ എന്തായിരുന്നു ഇന്നലെ രാത്രി എനിക്ക് വിരിച്ചു തന്നിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ഗൗരവത്തോടു കൂടെ ചോദിക്കുകയാണ്. ഫദക്കർനാ ലഹു ദാലിക്. ഞങ്ങൾ പറഞ്ഞു, ഒന്നുമല്ല നബിയെ, സാധാരണ 2 ഉള്ളത് 1 അട്ടിയും കൂടി മടക്കിയെന്നുള്ളൂ, അല്ലാത്ത കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. ഫഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, റുദ്ദൂഹു ലിഹാലിഹി, റുദ്ദൂഹു ലിഹാലിഹി. അത് നിങ്ങൾ അതിന്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം. 2 മടക്കിട്ടാൽ മതി, 4 മടക്കിടണ്ട. എന്തേ കാരണം? ഫഇന്ന വതാഅതഹു,
ആ ബെഡിന്റെ സുഖം, ആ ബെഡിന്റെ മയം, അതില്ലേ മനഅത്തിനില്ലൈലത സ്വലാത്തി, ഇന്നലെ അർദ്ധരാത്രി എനിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ അത് എനിക്ക് നിസ്കാരം തടഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ മയമുള്ള ബെഡായപ്പോൾ ഞാൻ അറിയാതെ സാധാരണ എഴുന്നേൽക്കുന്നതിനും കുറച്ച് വൈകിപ്പോയി, എനിക്ക് രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടു പോയി. ആ രൂപത്തിലുള്ള സുഖങ്ങൾ എനിക്ക് വേണ്ട. ഇമാം ബൂസീരി പാടിയത് ഏതർത്ഥത്തിലാ കൂട്ടുകാരെ ഓവറാകുന്നത്? ഇമാം ബൂസീരി പാടിയത് പോരെന്ന് തോന്നുന്ന അവസ്ഥയല്ലേ? എന്നാലോ എല്ലാ അർത്ഥത്തിലും അത് മതിയായിട്ടുണ്ട്. റസൂലുള്ളാഹി ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുന്നത്ര വർണ്ണിച്ചിട്ടുണ്ട്. പിന്നെ ആർക്കും അല്ലാഹുവിന്റെ റസൂലിനെ യഥാർത്ഥ രൂപത്തിൽ എടുത്തു കാണിക്കാൻ ഒരൊറ്റ കുട്ടിക്കും ഒരു നാക്കിനും ഒരു പേനക്കും കഴിയില്ലല്ലോ. അത് മഹാനായ ഇമാം ബൂസീരി തന്നെ പുകഴ്ത്തി റസൂലുള്ളാഹി തങ്ങളെ പരിചയപ്പെടുത്തി അവസാനം പേന വെച്ച് കീഴടങ്ങുന്നുണ്ട്, നാക്ക് വെച്ച് കീഴടങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ, കഴിയില്ല, ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ല, ഒരാൾക്കും എഴുതി തീർക്കാൻ കഴിയില്ല നബിയേ നിങ്ങളെക്കുറിച്ച്. എന്നിട്ട് ഇതാ ഇത് വ്യക്തിനെ വ്യക്തമാക്കുന്നു. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി, മുഹമ്മദ് എന്ന വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ കൗനൈനി, ഇരുലോക നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങള് ഇരുലോക നേതാവാണ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി, ഈ ലോകത്തും നാളെ പരലോകത്തും നേതാവാണ്. ഈ ലോകത്ത് മാത്രമല്ല, നാളെ പരലോകത്ത് ആരും ഏറ്റെടുക്കാനില്ലാത്ത ഘട്ടത്തിൽ നമ്മെ ഏറ്റെടുക്കുന്നത് ഹബീബാൻ. അതിതാ തുടർന്ന വരികളിൽ വരുന്നുണ്ട്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ, ഈ ഭൂമിക്ക് ഭാരമായി മാറിയ മനുഷ്യ ഭൂതവർഗങ്ങളുടെയും നേതാവാണ്. വസ്സഖലൈനി, ഭൂമിക്ക് ഭാരമാണ് മനുഷ്യനും ഭൂതവും. കാരണം എന്തുകൊണ്ട്? ഇവരൊരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ഭൂമിക്ക് താങ്ങാൻ കഴിയാത്തതാണ്. അതാണല്ലോ ആദ്യമായി ഭൂമിയെ സൃഷ്ടിച്ച ഉടനെ തന്നെ അന്ന് ഭൂമി ആടിയിളകാൻ ആടിയുലയാൻ തുടങ്ങിയ സമയത്ത് എന്തിനാണ് നീ ആടുന്നതെന്ന് ചോദിച്ചപ്പോ പടച്ചവനെ, ഭൂമി പറഞ്ഞു അല്ലാഹുവിനോട്, പടച്ചവനെ, എന്റെ മുകളിൽ നീ തെറ്റ് ചെയ്യുന്ന ഒരു ജനതയെ പടക്കാൻ പോകുന്നുണ്ടല്ലോ, മനുഷ്യകുലത്തെ നീ പടക്കാൻ പോകുന്നുണ്ടല്ലോ, അതാലോചിച്ചിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി അടങ്ങി നിൽക്കില്ല. അല്ലാഹു പറഞ്ഞു അടങ്ങണം. പർവ്വതങ്ങളെ വിട്ടു ഇളക്കം നിർത്താൻ വേണ്ടി പർവ്വതങ്ങൾ ആണിയാക്കി അങ്ങ് വെച്ചു. പിന്നെ ആ ഭൂമി ഇളകിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള ഭാരമാണ് ജിന്നുമിൻസും. ആ ജിന്നുഇൻസിനെ പറ്റി മഹാനവറുകൾ പ്രയോഗിച്ച പ്രയോഗമാണത് വസ്സഖലൈനി, രണ്ടു ഭാരങ്ങൾ അഥവാ ജിന്നുമിൻസും. അപ്പൊ മനുഷ്യഭൂതവർഗത്തിന്റെ നേതാവാണ്, ഇഹലോക പരലോകത്തിന്റെ നേതാവാണ് സയ്യിദുൽ കൗനൈൻ, അതുപോലെ സയ്യിദുസ് സഖലൈൻ. വൽ ഫരീഖൈനി മിൻ ദാവൽ ഫരീഖൈനി മിൻ ഉർദിൻ വമിൻ നജബി, അറബികളും അനറബികളുമായ രണ്ടു വിഭാഗത്തിന്റെയും നേതാവാണ്. അറബികളും അനറബികളുമായ, അനറബികൾ എന്ന് പറഞ്ഞതിൽ എല്ലാവരും പെട്ടല്ലോ. മലയാളികൾ പെട്ടു, ഇംഗ്ലീഷുകാർ പെട്ടു, ഏതു ഭാഷ സംസാരിക്കുന്നോ അവരൊക്കെയും ഇതിൽപ്പെട്ടു. ഫ്രഞ്ചുകാര് പെട്ടിട്ടുണ്ട്, എല്ലാ ഭാഷക്കാരും ഇതിൽ പെടുന്നുണ്ട്. അറബികളും അനറബികളും ആയ വലിയ കോടാനക്കോടി മനുഷ്യ വിഭാഗം, ഇവരുടെയൊക്കെ നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബിയുനൽ ആമീറുൻ നാഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. നബിയുനൽ ആമിർ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുന നമ്മുടെ പ്രവാചകൻ, അൽ ആമിർ, അല്ലാഹു പറയുന്ന നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നയാളാണ്, അന്നാഹി, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്നയാളാണ്. ഫലാ അഹദുൻ നബർ, അതുകൊണ്ട് സത്യവാനായി ഗുണവാനായി ഒരാളുമില്ല. ഫീ ഖൗലി ലാ, ലാ എന്ന വാക്കില് മിൻഹു നബിതങ്ങളെക്കാൾ സത്യം പറയുന്ന ഒരാളുമില്ല. വലാ നഅമി, നഅം എന്ന വാക്കിലും നബി ഉണ്ടെന്ന് പറഞ്ഞാലും നബി ഇല്ലെന്ന് പറഞ്ഞാലും അത് വളരെ കറക്റ്റായിരിക്കും. ഉള്ളതേ നബി ഉള്ളൂ എന്ന് പറയൂ, ഇല്ലാത്തതേ നബി തങ്ങൾ ഇല്ല എന്ന് പറയൂ. ഇത് ഈ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ മഹാന്മാരിൽ നല്ലൊരു ഭാഗം വിശദീകരിക്കുന്നു. ലാ എന്ന് പറഞ്ഞാൽ അരുത്,
എന്ന് പറഞ്ഞാൽ അൽ ആമിറുൻ നാഹി എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു വിശദീകരണമാണ് കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ കൽപ്പിക്കുമ്പോൾ പറയലാ ചെയ്യരുത്, നബിയെ ഇത് ചെയ്യട്ടെ, നഅം അതേ ചെയ്തോളൂ. അപ്പൊ നഅം എന്ന് പറഞ്ഞത് കൽപ്പിക്കപ്പെടുന്ന കൽപ്പനക്കും അതുപോലെ ലാ എന്ന് പറഞ്ഞത് വിരോധനക്കും വേണ്ടി ചുരുക്കമായി ഉപയോഗിച്ചതാണ്. അതിന്റെ ചുരുക്ക സൂചനയാണിത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അല്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വളരെ കൃത്യമായിരിക്കും. ഹദീസുകൾ നമുക്ക് കാണാം, എത്രയോ സംഭവങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിക്കേണ്ട കാര്യം കൃത്യമായി വിരോധിച്ചിട്ടുണ്ട്, കൽപ്പിക്കേണ്ട കാര്യം അല്ലാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിരോധിക്കേണ്ട കാര്യം വിരോധിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടോ, അതിന് ആളെ മുഖം നോക്കാതെ മുഖം മിനുക്കി പറയാതെ റസൂലുള്ള കണ്ട കാര്യം തുറന്നടിക്കുന്നതിൽ സത്യവാനാണ്. ആ റസൂലുള്ളാഹിയെ പരാജയപ്പെടുത്താൻ ഈ വിഷയത്തിൽ ഒരൊറ്റ കുട്ടിക്കും സാധ്യമല്ല. ഇതാണ് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. കണ്ടോ നിങ്ങൾ, ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ബനൂ മഖ്സൂമിയ ഗോത്രത്തിലെ പെണ്ണ് മോഷ്ടിച്ചു അവളുടെ കൈ കൊത്തുന്നത് ഇളവ് നൽകണമെന്ന് പറഞ്ഞ് തന്റെ ഗോത്രക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അവിടെ പറഞ്ഞ മറുപടി എന്താ, നീ അത്തശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അല്ലാഹ് കൈ കൊത്തണമെന്ന് പറഞ്ഞത് അത് കൊത്തണ്ട എന്ന് പറയാൻ എനിക്ക് കഴിയൂല, എന്നോട് കൽപ്പിച്ച കാര്യം ഞാൻ കൽപ്പിക്കും. കൈ കൊത്തിക്കളയണമെന്നാണ് പറഞ്ഞത്, കൃത്യമായി ഞാൻ കൊത്തിക്കളയും, കൊത്താൻ വേണ്ടി ഓർഡർ ഇടും. അല്ല, എന്നോട് ഇന്ന കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് ഞാൻ ചെയ്യില്ല, ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യും. നബിതങ്ങൾ പറഞ്ഞു എന്നാ കേട്ടോ, വല്ലാഹി ലൗ സറഖതു ബിൻതി ഫാത്തിമ, എന്റെ മോള് ഫാത്തിമേന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് ഞാൻ പറയുന്ന എന്റെ പ്രിയപ്പെട്ട മോളില്ലേ, ആ മോള് മോഷിക്കുകയാണെങ്കിൽ ലഖതഅതു യദഹാ, എന്റെ മോളുടെ കൈ ഞാൻ നീട്ടിവെച്ച് കൊത്തിക്കളയുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതിലെനിക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടാവില്ല. ഞാൻ ഇസ്ലാമിക ഭരണാധികാരി എന്ന നിലക്ക് എന്റെ മോളെ കൈകൊത്തേണ്ടത് ഞാനാണ്. എന്റെ മോളോടുള്ള അടങ്ങാത്ത വാത്സല്യം എനിക്ക് എന്നെ ആ കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരിക്കലും പ്രചോദനമാകില്ല. അങ്ങനെ സംഭവിക്കില്ല. ഞാൻ എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞത് കൃത്യമായി ചെയ്യും, ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്യില്ല. ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യതയാണ് ബഹുമാനപ്പെട്ട ഇമാം ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് പോകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു, തീരെ വരികൾ നീങ്ങാത്ത ഒരവസ്ഥ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വരി വളരെ ഗൗരവമുള്ള ഒരു വരിയാണ്. ആ വരിയും കൂടെ നമുക്ക് പാടാം. ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി. സുബ്ഹാനല്ലാഹ്, ഹുവൽ ഹബീബ്, അവിടുന്ന് നമ്മുടെ പ്രിയങ്കരനാണ്. ഹുവൽ ഹബീബ്, നബിതങ്ങളെപ്പറ്റി ഇമാം ബൂസീരി പറയുന്നു, ആ മഹാനന്റെ പ്രിയങ്കരനാണ്. ഹുവൽ ഹബീബ് അല്ലദീ തുർജാ ശഫാഅതുഹു, അവിടുത്തെ റെക്കമെൻഡ് മാത്രമാണ് ഒരു പ്രതീക്ഷയുള്ളത്. അല്ലദീ തുർജാ ശഫാഅതുഹു, ആ നേതാവിന്റെ റെക്കമെൻഡ് ശുപാർശ മാത്രമാണ് ഒരു പ്രതീക്ഷയുള്ളത്. ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹബി, ദുർഘടമായ വിഭൽസന്ധികളിൽ എനിക്കൊരു പ്രതീക്ഷയുള്ളത് ഇത് മാത്രമാണ്. അടിക്കടിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്ക് എനിക്കൊരു പ്രതീക്ഷയുള്ളത് ഇതാണ്. മുഖ്തഹമ എന്നതിന് പല നിലക്കും മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അടിക്കടിയായി എനിക്ക് വരുന്ന ദുരന്തങ്ങളെ ഒന്നൊന്നായി തട്ടി നീക്കാൻ നബിയേ നിങ്ങളാണുള്ളത്. നിങ്ങൾ റെക്കമെൻഡ് ചെയ്തെങ്കിലേ എനിക്ക് രക്ഷയുള്ളൂ ദുനിയാവിലും ആഖിറത്തിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രത്യേകിച്ച് ആഖിറത്തിൽ ഒരുപാട് ഭയാനകമായ രംഗങ്ങൾ വരാനുണ്ട്. അതാ ദുർഘടം പിടിച്ച രംഗങ്ങൾ, വളരെ കഷ്ടത നിറഞ്ഞ രംഗങ്ങൾ. നബിയെ, അവിടെയൊക്കെ എന്നെ സഹായിക്കാൻ എന്റെ ഹബീബ് മാത്രമാണുള്ളത്. കണ്ടോ നിങ്ങൾ, ശഫാഅത്തുൽ ഉദ്മ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്യും,
ഉലമാക്കൾ ശഫാഅത്ത് ചെയ്യും, സാലിഹീങ്ങൾ ശഫാഅത്ത് ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ശഫാഅത്തുൽ ഉദുമ എന്ന് പറയുന്ന ആ മഹത്തായ റെക്കമെൻഡ്, ശുപാർശ, അതിനുള്ള അധികാരം ഹബീബ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ആദം നബിയെ സമീപിച്ച് ജനങ്ങളൊക്കെ മടങ്ങുന്നു. അതൊക്കെ നിങ്ങൾ കേട്ട സംഭവങ്ങളാണ്, ഞാനതിലേക്ക് വരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാമിൽ നിന്ന് മടങ്ങുന്നു. ഞങ്ങൾക്കൊന്നും കഴിയില്ല, പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ വന്ന് ഹബീബിനോട് നമ്മൾ യാചിക്കുമ്പം അതാ നിലകിട്ടാ വെള്ളത്തിൽ വിയർപ്പിൽ മുങ്ങിക്കളിക്കുന്ന നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് അർശിന്റെ ചുവട്ടിൽ സുജൂദിലായി വീണ് കിടക്കുമ്പോൾ അല്ലാഹു പറയുന്നു, നബിയേ, നിങ്ങൾ നിങ്ങളുടെ തല പൊക്കണം, സങ്കടപ്പെട്ട് കിടക്കരുത്. ഇത് സങ്കടപ്പെട്ട് കിടക്കാനുള്ള രംഗമല്ല, സ്ഥലമല്ല. അത് ദുനിയാവിൽ നിന്നായിരുന്നു. അവിടെ നിങ്ങൾ സങ്കടപ്പെട്ട് കിടന്നിട്ടുണ്ട്. തലപൊക്ക്, ചോദിക്കൂ നബിയെ, തരാം. സൽത്തോട്ട, ചോദിക്കൂ, നിങ്ങൾക്ക് തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നബി തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്താണ് ഈ വിഷമം അനുഭവിക്കുന്നത്. പൊരി വെയിലത്താണ് ഇവരുള്ളത്. ഒരു ചാൺ മീതയാണ് സൂര്യൻ ഉദിച്ചിരിക്കുന്നത്. എന്റെ ഉമ്മത്തിനെ എങ്ങനെയെങ്കിലും ഒരു തീരുമാനത്തിലെത്തിക്കണം. ഇവർ പറയുന്നത് നരകത്തിലേക്കായാലും സ്വർഗത്തിലേക്കായാലും തീരുമാനം വേണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. പക്ഷേ നരകത്തിൽ പോകുമ്പോൾ അതൊട്ടും സുഖകരമാകൂല. ഇത് മടുത്തിട്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് തല പതച്ചുമറിഞ്ഞിട്ട് ഒരു ചെറിയ ചേഞ്ചിങ് ആഗ്രഹിക്കുകയാണ്, ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. നരകത്തിലെ കഥ എന്താണെന്നറിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ഈ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രിയങ്കരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലാണ്. അവിടെ കണ്ടോ നിങ്ങൾ, ശഫാഅത്ത് ചെയ്യുക എന്ന് പറയുമ്പോ അവിടെ പരിചയപ്പെടുത്തുന്നത് പ്രിയങ്കരനായ നബി എന്നാണ്. കാരണം ഹബീബ് എന്ന് പറഞ്ഞതിന് വലിയ അർത്ഥമുണ്ട്. ഹബീബ് എന്ന് പറഞ്ഞാൽ ഖലീൽ പോലെയല്ല. ഖലീലും ഹബീബും തമ്മിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ വലിയ മാറ്റമുണ്ട്. ഹബീബ് വേറെ, അതുപോലെ തന്നെ ഖലീൽ വേറെ. ഇത് രണ്ടും വലിയ വ്യത്യാസം തന്നെയുണ്ട്. സുഹൃത്തുക്കൾ അത് മനസ്സിലാക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബാൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുന്ന രംഗം അല്ലാഹുവിന്റെ റസൂൽ നബിതങ്ങൾ തന്നെ പറയുന്നു, ഞാൻ ഹബീബാൻ. നബിതങ്ങൾ പള്ളിയിലേക്ക് കയറി വരികയാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ, ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട് കേട്ടോ, അതൊന്ന് കൃത്യമായി പഠിക്കണം. പള്ളിയിലേക്ക് ഇങ്ങനെ അവിടെ കടന്നു വരിക. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ തന്റെ കൂട്ടുകാരിരുന്നിങ്ങനെ ഇൽമിന്റെ ചർച്ച ചെയ്യാൻ, വൈജ്ഞാനിക ചർച്ചയാണ്. അവരിങ്ങനെ ഇന്നലെയും മിനിയാന്നും മറ്റന്നാളും ഒക്കെ പഠിച്ച കാര്യം, ഇന്നലെയും മിനിയാന്നും അതിന്റെ തലേനാളും ഒക്കെ പഠിച്ച കാര്യങ്ങൾ അവർ ഭംഗിയായി ചർച്ച ചെയ്യാൻ. അപ്പൊ അവർ ഇൽമിയായ ചർച്ച ഇങ്ങനെ ചെയ്യുന്നത് കേട്ടപ്പോ, വൈജ്ഞാനിക ചർച്ച ഇങ്ങനെ കേട്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ തൊട്ടടുത്ത് ഇങ്ങനെ മാറി നിന്നു. എന്താ അവർ പറയുന്നത് ഇങ്ങനെ നോക്കി. അപ്പൊ ഒരാൾ പറയുന്നത് എന്താ, പ്രവാചകന്മാരുടെ കൂട്ടത്തില് അള്ളാഹു സംസാരിച്ച പ്രവാചകന്മാരുണ്ട്, അള്ളാഹു നേരിട്ട് സംസാരിച്ച പ്രവാചകന്മാരുണ്ട്. ഒരാൾ പറഞ്ഞു, അള്ളാഹു തആല തന്റെ സൃഷ്ടികളിൽ നിന്ന് ചിലരെയൊക്കെ ഖലീലാക്കിയിരിക്കുന്നു. തന്റെ ചങ്ങാതി, അള്ളാന്റെ ചങ്ങാതി എന്ന സ്ഥാനപ്പേര് കൊടുത്തിട്ടുണ്ട് ചില ആളുകൾക്ക്. ഇത് കേട്ടപ്പോ ഒരാളുടെ അഭിപ്രായം. അപ്പൊ മറ്റേയാള് പറഞ്ഞു, അയാൾ ചോദിച്ചു, മാദാ ബി അഅ്ജബ മിൻ കലാമി മൂസാ കല്ലമഹുല്ലാഹു തക്ലീമാ. മൂസ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് നേരിട്ട് സംസാരിച്ചില്ലേ, അതിലും വലുത് എന്താ ഉള്ളത്? വേറൊരാളുടെ അഭിപ്രായം. ഇത് ഇവരിങ്ങനെ ഒരു ചർച്ചയാണ്, മഹാന്മാർക്ക് കൊടുത്ത ഉന്നതിയെ കുറിച്ച് ചർച്ച ചെയ്യുക. ആദ്യം പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ, ഖലീലുല്ലാഹി ഇബ്രാഹിം. രണ്ടാമത് പറഞ്ഞത് മൂസ നബിയോട് അള്ളാഹ് നേരിട്ട് സംസാരിച്ചു. ആ മൂസ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചെങ്കിൽ അതിലും വലിയ അനുഭവം എന്താണ് എന്ന് ചോദിച്ചപ്പോ മൂന്നാമൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈസാ കലിമത്തുല്ലാഹി വറൂഹു. ഈസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ വചനവും ആത്മാവുമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഈ ഭൂമി ലോകത്ത് ജനിക്കുന്നത് ആദം നബി അലൈഹിസ്സലാം ഉമ്മി ഉപ്പില്ലാതുണ്ടായതാണ്. എന്നാൽ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്?
ഒരു ആണിന്റെ സാന്നിധ്യമില്ലാതെ, ഒരാണിന്റെയും പെണ്ണിന്റെയും സാന്നിധ്യമില്ലാതെ ഉണ്ടാകുന്നില്ല. അതേസമയം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഗർഭം ചുമക്കുന്നത്, താൻ രൂപപ്പെടുന്നത് തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് മറ്റാരോ ബീജനിക്ഷേപം നടത്തിയതല്ല. അങ്ങനെയാ മറ്റുള്ളവരൊക്കെ ഉണ്ടായത്. എന്നാൽ ഇത് അള്ളാഹു നേരിട്ടിടപെട്ട് കുൻ ഉണ്ടാവണം എന്നുള്ള കൽപ്പന വന്നപ്പം ഉണ്ടായ കുഞ്ഞാൻ. ഇതാണ് കലിമത്തുല്ലാഹ് വറൂഹു. എല്ലാം അള്ളാഹുവിന്റെ ആത്മാവ് തന്നെയാണ്. അള്ളാഹു തന്നെയാണ് എല്ലാവർക്കും ആത്മാവ് തരുന്നത്. എന്നാലും അങ്ങനെ പറയുമ്പോൾ അതിന് പ്രത്യേക സ്ഥാനമുണ്ടല്ലോ. ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞതുപോലെ എല്ലാം അള്ളാഹുവിന്റെ അടിമകളായിരിക്കെ നല്ലവരെ കുറിച്ച് കുറെ വിശേഷണങ്ങൾ ഇന്ന് പറഞ്ഞു. 10, 11, 12 കാര്യങ്ങളുള്ളവരെ കുറിച്ച് അള്ള പറഞ്ഞു ഇബാദുർ റഹ്മാൻ, ഇവരാണ് അള്ളാഹുവിന്റെ അടിമകൾ. അതേ രൂപത്തിൽ അള്ളാഹുവിന്റെ ആത്മാവ് എന്ന് പറയാൻ കാരണം ഇങ്ങനെ ഒരു പ്രത്യേക സ്വഭാവത്തിൽ ജന്മം നൽകിയ ആളായതുകൊണ്ടാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അത് പറഞ്ഞു. അപ്പോഴാണ് വേറെ ഒരാളെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത് ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് വേറൊരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചർച്ച ഇങ്ങനെ നടക്കുകയാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾക്ക് ഇതിങ്ങനെ കേട്ടപ്പോൾ ഒരു സന്തോഷം. അവർ വൈജ്ഞാനികമായ ചർച്ച ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് കയറി ചെന്ന്, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമിഅ്തു മഖാലതകും വഅജബകും, നിങ്ങളുടെ ഹദീസ്, നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടു, നിങ്ങളുടെ അത്ഭുതവും ഞാൻ കേട്ടു. നിങ്ങൾ അത്ഭുതം കൂറുന്നു, ചിലതിനൊക്കെ നിങ്ങൾ അത്ഭുതം കൂറുന്നു. അത്ഭുതപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്തേ? നിങ്ങളെ കൂട്ടത്തിൽ ഒരാള് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഖലീലാക്കി എന്നല്ലേ പറഞ്ഞത്? ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ വഹുവ കദാലിക്. നിങ്ങൾ പറഞ്ഞു ഇബ്രാഹിം നബിനെ അല്ലാഹു ഖലീലാക്കിയിട്ടുണ്ട്, വഹുവ കദാലിക്, അതങ്ങനെ തന്നെയാ. ഇനി നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു പോവാൻ, വഹുവ കദാലിക്, അതങ്ങനെ തന്നെ, ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീൽ തന്നെയാ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കല്ലമല്ലാഹു മൂസാ തക്ലീമാ, മൂസ നബിയോട് അല്ലാഹു സംസാരിച്ചിട്ടുണ്ട്, വഹുവ കദാലിക്, അതും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാ, അതിനൊന്നും എതിരില്ല. വഈസാ റൂഹുല്ലാഹ്, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ആത്മാവാണ്, വഹുവ കദാലിക്, അതും നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. എന്നാലോ വഖദ് വആദമു ഖദ് ഇസ്തഫാഹുല്ലാഹ്, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പ്രത്യേകം സെലക്ട് ചെയ്തിട്ടുണ്ട്, വഹുവ കദാലിക, അതും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷെ എന്തേ പ്രശ്നം? ഇവിടെ നിങ്ങൾ വേറൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? എന്തേ? അലാ വഅന ഹബീബുല്ലാഹ് വലാ ഫഖറാ. റസൂലുള്ളാഹി കടന്നു വന്നിട്ട് പറയാ, റസൂലുള്ള മൗലിദ് ഓതിയോ? സഹാബത്ത് റസൂലുള്ളയാണ് ഈ മൗലിദ് ഓതുന്നത്, കേട്ടോളൂ. റസൂലുള്ള നേരിട്ട് വന്ന് മൗലിദ് ഓതുക. അലാ വഅന ഹബീബുല്ലാഹ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ മറ്റൊരാളുണ്ട്. വഅന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാൻ. ഇബ്രാഹിം നബിനെ ഖലീലാക്കിയെങ്കിൽ, മൂസ നബിയെ കലീമാക്കിയെങ്കിൽ അതൊക്കെ അല്ലാഹ് എനിക്കും തന്നതാ. മൂസ നബി മാത്രമല്ല, ഞാനും അല്ലാഹുവിനോട് സംസാരിച്ചിട്ടുണ്ട്. ഖലീൽ ഞാനും അല്ലാഹുവിന്റെ ചങ്ങാതി തന്നെയാണ്. പക്ഷേ അവർക്കൊന്നുമില്ലാത്ത ഒരു പവർ എനിക്കുണ്ട്. അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവനാണ്. ഇത് അല്ലാഹു എനിക്ക് തന്ന ഗുണമാണ്. വലാ ഫഖ്റ, ഇത് ഞാനൊരു തന്നെ പൊക്കിയാവുകയല്ല, എന്നെ ഞാൻ തന്നെ പൊക്കി പറയുകയല്ല. ഞാൻ എന്റെ ഫഖർ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അന്തസ് കാണിക്കുകയല്ല, നിങ്ങളുടെ മുമ്പിൽ ഞെളിയുകയല്ല, ഞാൻ ഉള്ളത് പറയാൻ. അമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദീസ്, റബ്ബ് ചെയ്ത അനുഗ്രഹം പറയാൻ എന്നെ അല്ലാഹു ഹബീബാക്കിയിട്ടുണ്ട്. കഴിഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവിടം കൊണ്ട് സംഗതി തീരാൻ പോകുന്നില്ല. വഅന ഹബീബുല്ലാഹ് വലാ ഫഖറ, അലാ വഅന ഹബീബുല്ലാഹി വലാ ഫഖറ. അറിയുക, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്, ഇത് ഫഖറല്ല. ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഅന അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഅ, ഞാൻ ആദ്യമായി റെക്കമെൻഡ് പറയുന്ന ആളാണ് പരലോകത്ത്. പലരും പറയും, പക്ഷേ ഞാനാണ് ആദ്യമായി ശഫാഅത്തുൽ ഉദ്മക്ക് നേതൃത്വം കൊടുക്കുന്നത്, ഞാൻ ആദ്യമായി റെക്കമെൻഡ് പറയുന്ന ആളാണ്. റെക്കമെൻഡ് ചെയ്താൽ സ്വീകരിക്കപ്പെടുന്ന ആളും ആദ്യത്തേത് ഞാൻ തന്നെയാണ്. അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഅ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പിന്നെയും തുടരുന്നു, വഅന അക്റമുൽ അവ്വലീന വൽ ആഖിരീൻ. ആദം നബി അലൈഹിസ്സലാം തൊട്ടുള്ള മുൻഗാമികൾ
ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന പിൻഗാമികൾ, മുന്നെയും പിന്നെയുമുള്ള സർവ്വ ഉമ്മത്തിന്റെയും നേതാവാണ് ഞാൻ. അവരിലൊക്കെ അതിമാന്യനാണ് കേട്ടോ ഞാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്വയം പറയുന്നു, ദാ അതുകൊണ്ട് എനിക്ക് അള്ളാഹു ചെയ്ത സ്ഥാനം വളരെ വലുതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. അതൊരു വല്ലാത്ത സ്ഥാനമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വലിയൊരു സ്ഥാനമാണ്. പക്ഷേ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന് പ്രതിസന്ധി ഘട്ടം വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഹസ്ബി അല്ലാഹ് എന്ന് പറയുകയാണോ ചെയ്തത്? അത് പറഞ്ഞിട്ടുണ്ട്, അതാരും പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും പറയുമല്ലോ. പക്ഷേ നബി അത് പറഞ്ഞു ഒതുക്കിയില്ല. മറിച്ച് അല്ലാഹു നബി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹ്, നബിയേ നിങ്ങൾക്ക് അല്ലാഹ് മതി കേട്ടോ. പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങോട്ട് വിളിച്ചറിയിക്കാൻ, നിങ്ങൾക്ക് ഞാൻ തൊട്ട് നിങ്ങൾ പേടിക്കേണ്ട, എനിക്ക് നീ വേണം, എനിക്ക് നീ മതി, പഠിച്ചോനെ എനിക്ക് കൂട്ടാകണം എന്ന് പറയുന്നതും ഇല്ല, നിങ്ങളൊരു പേടി പേടിക്കണ്ട, ഞാൻ നിങ്ങളൊപ്പം ഇട്ടോന്ന് നിങ്ങളുടെ ഭരണാധികാരി ഇങ്ങോട്ട് മറുപടി തരുന്നതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. നബിതങ്ങളെ വിളിച്ചിട്ടല്ല പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹ്, നബിയേ നിങ്ങൾക്കല്ല മതി. ഇതല്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആയിരുന്നു, റബ്ബേ ഇജഅലി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ, പഠിച്ചവനെ പിൽക്കാലത്ത് വരുന്ന ആളുകൾ എന്നെപ്പറ്റി നല്ലത് പറയുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കണം, എന്നെപ്പറ്റി നല്ലത് പറയുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കണം. പിൻഗാമികൾ എന്നെ പുകഴ്ത്തുന്ന ഒരവസ്ഥ വേണം. ഇതാരാ പറഞ്ഞത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ദ്വാരക്ക, ജനങ്ങളൊക്കെ എന്നെപ്പറ്റി നല്ലത് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവണം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ നന്നാവണം. അപ്പോഴല്ലേ എന്നെപ്പറ്റി നല്ലത് പറയാ. നല്ലത് പറയുന്ന ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചേരണം. എന്നിട്ട് ജനങ്ങളൊക്കെ എന്നെപ്പറ്റി നല്ലത് പറയട്ടെ പിൽക്കാലത്ത്. നമുക്കൊന്ന് ദ്വാരക്കാൻ പറ്റുന്ന കാര്യമാണ്. ലിസാന സിദ്ഖ് തരണം എന്റെ പിൻഗാമികളിൽ, എനിക്ക് നല്ലത് പറയട്ടെ. ജനങ്ങൾ കുറെ ആളുകൾ നല്ലവനാണെന്ന് പറഞ്ഞാൽ അവൻ നല്ലവനായി തീരുമെന്നാണ്. പക്ഷെ അതിന് നന്നായെങ്കിലല്ലേ ജനങ്ങൾ എന്നെപ്പറ്റി നല്ലവനെന്ന് പറയൂ. നബി എന്നെ നീ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു തരണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ, എന്നെ പരാമർശിക്കുന്ന കാര്യം, എന്നെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നീ ഏറ്റെടുക്കണം. ഇതാ ഇന്നും മറ്റമ്പിയാക്കളെയൊക്കെ മറന്നുപോയാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഈ ഉമ്മത്ത് പോലും മറന്നുപോയിട്ടില്ല. ഇബ്രാഹിം മില്ലത്തിന്റെ ഉടമകളും കൂടെയായ അനുയായികളും കൂടെയായ ഈ ഉമ്മത്തിന് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഓരോ ദിവസവും അത്തഹിയ്യാത്തില് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൊല്ലുന്നില്ലേ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم. കണ്ടോ, ഇബ്രാഹിം നബി ചോദിച്ചതാ, പിൻഗാമികളും പിൽക്കാലക്കാരും കൂടെ എന്നെപ്പറ്റി ഇങ്ങനെ പരാമർശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. എല്ലാ ആളുകളും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പുകഴ്ത്തുന്നു. അപ്പോഴോ എന്നെ നീ പിൽക്കാലത്ത് എനിക്ക് ജനങ്ങളുടെ നാട്ടിൽ ഒരു നല്ല പരാമർശം തരണേ എന്ന് ദുആ ചെയ്തു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി. എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ പിൽക്കാലക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് നബിതങ്ങൾ പറഞ്ഞതല്ല. അള്ളാഹുവേ എനിക്ക് പിൽക്കാലക്കാരിൽ നല്ല ഒരു വാക്ക് നീ തരണം, എന്നെ പരാമർശിക്കുന്ന ഒരു അവസ്ഥ പിൽക്കാലക്കാരിൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ല ഇങ്ങോട്ട് പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ല പറഞ്ഞതുപോലെ വറഫഅനാ ലക ദിക്റക, നബിയേ നിങ്ങളെ പരാമർശിക്കുന്ന കാര്യം നമ്മളേറ്റു. നിങ്ങളെ പരാമർശം നാം വാനോളം പൊക്കിയിരിക്കുന്നു. നിങ്ങൾ പൊങ്ങിക്കൊണ്ടേയിരിക്കും. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, വരും നാളുകൾ കഴിഞ്ഞുപോയ നാളുകളെക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ് നബിയെ. ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി കൊടുത്ത അർത്ഥപ്രകാരം, ബഹുമാനപ്പെട്ട ഇമാം റാസി കൊടുത്ത അർത്ഥപ്രകാരം, ഇസ്മായിലുൽ ഹക്കി കൊടുത്ത അർത്ഥപ്രകാരം, അയൽ അയ്യാമുൽ ആഖിറതു ഖൈറുൽ ലക മിനൽ അയ്യാമിൽ ഊലാ, നബി തങ്ങൾക്ക് ഇന്നത്തെക്കാൾ ഖൈറാണ് നാളെ, നാളത്തെക്കാൾ ഖൈറാണ് മറ്റന്നാള്, ഈ വർഷത്തെക്കാൾ ഖൈറാണ് അടുത്ത വർഷം. അതുകൊണ്ട് തന്നെ ഈ വേങ്ങരയില് ഈ വർഷം എത്ര ആവേശത്തോടെയാണോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
മീലാദാഘോഷം കൊണ്ടാടുന്നത് ഇതിനേക്കാൾ ജോറായിട്ട് അടുത്ത കൊല്ലം നടക്കും. ആഗോള അടിസ്ഥാനത്തില് ഇവിടെ മീലാദ് കോൺഫറൻസുകൾ സംഘടിപ്പിക്കപ്പെടും. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. അല്ലാഹുവിന്റെ ഹബീബിന് അള്ളാഹു നേരിട്ട് ഓഫർ നൽകുന്നു. കണ്ടോ, ഇതാണ് ഖലീലും ഹബീബും തമ്മിലുള്ള മാറ്റം. കഴിഞ്ഞില്ല, കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചു, പടച്ചോനെ നിന്നെ ഒന്ന് കാട്ടിത്തരുവോ? ചോദിച്ച് കെഞ്ചിയിട്ട് പോലും കാണിച്ചു കൊടുത്തില്ല. കാരണം അള്ളാഹ് പറഞ്ഞു നിങ്ങൾക്കതിന് കഴിയൂല. അല്ല, എനിക്ക് കാണണം. നിർബന്ധം പിടിച്ചപ്പോ തൂരി സീനാ പർവ്വതത്തിലേക്ക് നിൽക്കാൻ പറഞ്ഞു. തൂരി സീനാ പർവ്വതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂറുത്ത ജല്ലിയുടെ ചെറിയൊരു ഭാഗം, പ്രകാശകിരണങ്ങളുടെ ചെറിയൊരംശം കണ്ടപ്പോഴേക്ക് മൂസ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുപോയി. കാരണം അത് താങ്ങാനുള്ള കെൽപ്പില്ല. ആ പ്രകാശം താങ്ങാനുള്ള കെൽപ്പ്, അള്ളാഹുവിന്റെ പ്രകാശം താങ്ങാനുള്ള കെൽപ്പ് മൂസ നബി അലൈഹിസ്സലാമിന്റെ കണ്ണിനില്ല. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെയാണ് റസൂലുള്ളാഹി അള്ളാഹുവിനോട് പടച്ചോനെ നിന്നെ ഒന്ന് കാണണമെന്ന് ചോദിക്കാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജിന്റെ രാത്രിയിൽ വലിയ ഒരു റിസ്ക് എടുത്തു കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നത്. ചോദിക്കാതെ ആവശ്യപ്പെടാതെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക. എന്തേ കാരണം? മൂസ നബി അലൈഹി ഇസ്ലാം ചോദിച്ചിട്ടും കാണിച്ചു കൊടുക്കാതിരുന്നത് എന്തേ? കാണാനുള്ള കെൽപ്പ് പോരാ. കണ്ണുള്ളവർക്കല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും കാണിക്കാൻ പറ്റും. ഹാർട്ട് അറ്റാക്ക് ഉള്ള ആളുകളെ ചില രംഗം കാണിച്ചാൽ അവരതോടുകൂടി മരിക്കും. അപ്പൊ നമ്മൾ പറയാ കാണിച്ചു കൊടുക്കണ്ടെന്ന് പറയും. ആ വിവരം അയാളോട് പറയേണ്ടത്. അപ്പൊ എല്ലാവരോടും എല്ലാവരും കേൾപ്പിക്കാനും പറ്റൂല, കാണിക്കാനും പറ്റൂല. ചില രംഗങ്ങൾ കാണിക്കാൻ പറ്റൂല, ചില കാര്യങ്ങൾ കേൾപ്പിക്കാൻ പറ്റൂല. നബി തങ്ങളോ എന്തും കേൾക്കാനും കാണാനും കഴിവുള്ളയാളാണ്. അതുകൊണ്ടല്ലേ ലിനുരിയഹു മിൻ ആയാതിനാ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ഇൻഷാ അല്ലാഹ്, അത് നമ്മുടെ വരിയിൽ ഏതായാലും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫി ദാജിൻ മിനൽ ദുലമി. ഇസ്രാ മിറാജ് ഒക്കെ വരും ഇൻഷാ അല്ലാഹ്. അവിടെ വെച്ച് നമുക്ക് പറയണം. ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്രാ മിറാജ് നടത്താനുള്ള കാരണം പറഞ്ഞാൽ എന്താ? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ഒരുപാട് അത്ഭുതങ്ങൾ ആ അടിമക്ക് കാണിക്കണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, എന്തിനാ ഈ അടിമക്ക് ഇത്ര റിസ്ക് എടുത്ത് കാണിച്ചു കൊടുത്തത്? ചോദിച്ച് നിന്നോട് ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ലല്ലോ. മൂസ നബി ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും കാണിച്ചു കൊടുത്തില്ലല്ലോ. ഹബീബിനായിട്ട് എന്തെങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ കാരണം? അതിന്റെ മറുപടിയാണ് തൊട്ടടുത്ത വാചകം, ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. കാരണം ഈ ഹബീബ, ഈ അബ്ദ, അതുകൊണ്ട് ആ മഹാന്മാരിൽ പലരും ഇന്നഹു എന്ന ളമീറ, ഇത് ഉസ്താദുമാർക്ക് പണ്ഡിതന്മാർക്ക് വേണ്ടി മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. ഇന്നഹു എന്ന ളമീറ ഹബീബിലേക്കാണ് മടങ്ങുന്നത് എന്ന് പലരും പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അതാണ് അവിടെ ഫിറ്റും. കാരണം എന്തുകൊണ്ട്? നബിതങ്ങളെ കൊണ്ടുപോയത് അല്ലാഹു സമീഉൻ ബസീറും ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കാൻ കഴിയും ആയത്തുകളുടെ ആദ്യവും അവസാനവും. പക്ഷേ എന്നാലും ആദ്യവും അവസാനം യോജിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇതാണ് വളരെ ഫിറ്റാകുന്നത്. മാത്രമല്ല തഅലീലിന്റെ മഖാമില് നമ്മൾ സാധാരണ വായിക്കാറുള്ളത് ഇന്നയുമാണ്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. തീർച്ചയാണ് ഞാൻ ഈ അടിമനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ കാരണം എന്തും കാണാനും കേൾക്കാനും കഴിയുന്ന ആളാണിത്. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് ബോധം കെടുന്നയാളല്ല, എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് സ്ഥിരത നഷ്ടപ്പെടുന്നയാളല്ല. സമചിത്തതയോടെ എന്ത് കാര്യത്തെയും നേരിടാനുള്ള കഴിവുണ്ട്. മനക്കരുത്തിന്റെ വിഷയത്തിൽ കാലത്തെ വെല്ലും നബിയെ നിങ്ങൾ കണ്ടോ. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഇതാണ്. മിഅ്റാജിന്റെ സംഭവം പറയുന്നിടത്ത് അള്ളാഹ് പ്രത്യേകം പറഞ്ഞത് കാണാം. അള്ളാനെ നേരിട്ട് കണ്ടപ്പം മിഅ്റാജിൽ അങ്ങകലെ സിദ്റത്തുൽ മുൻതഹയിൽ എത്തിയപ്പോ അതിന്റെ അപ്പുറം സഞ്ചരിച്ചപ്പോ മാസാഗൽ ബസറു വമാ തഗാ, അവിടുത്തെ കണ്ണൊരൽപ്പം പോലും പാളിപ്പോയിട്ടില്ല. അവിടുത്തെ കണ്ണ് ഓവറാവുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. കാണേണ്ടതല്ലാതെ കണ്ടിട്ടില്ല, ഓവറായി കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കുറഞ്ഞു കണ്ടിട്ടില്ല. സാധാരണ നമ്മൾ നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുന്നത് പോലെ കണ്ണു മഞ്ഞളിച്ചില്ല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടില്ല. മൂസ നബി ബോധം കെട്ടു വീണെങ്കിൽ അതൊന്നും ഇവിടെ സംഭവിച്ചില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് ഹബീബ് പറഞ്ഞു, ഞാൻ ഹബീബാൻ, ഞാൻ നിങ്ങളുടെ ഹബീബുല്ലാഹിയാ. അതുകൊണ്ട് എന്റെ ഏറ്റവും വലിയ പവറാണിത് കേട്ടോ. ഞാൻ ആദം സന്തതികളുടെ നേതാവാൻ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതാണ് ഹബീബ്. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഖൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ.
സുബ്ഹാനല്ലാഹ്, ഹബീബ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മാത്രം സ്നേഹിച്ചാൽ പോരെ, ഇങ്ങോട്ടും വേണം. രണ്ടു ഭാഗത്തു നിന്നുകൂടെ സ്നേഹം ഭദ്രമാകുമ്പോഴാണ് പേര് ഹബീബാകുന്നത്. ഹബീബ് എന്ന് പറയണമെങ്കിൽ, പ്രിയങ്കരൻ എന്ന ഈ ഹബീബ് എന്ന പ്രയോഗം അറബിയിൽ പ്രയോഗിക്കണമെങ്കിൽ രണ്ടു ഭാഗത്തുനിന്ന് ഒരുപോലെ സ്നേഹം വരണം. അപ്പൊ എന്താ ഹബീബ് എന്ന് പറഞ്ഞാൽ അർത്ഥം? നബി നമ്മളെ സ്നേഹിച്ചു, നാം നബിയെ സ്നേഹിക്കുക. അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, ഈ ബൈത്ത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം ഇമാം ബൂസീരി നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം, റസൂലുള്ളാഹി നമ്മളെയും സ്നേഹിക്കണം. റസൂലുള്ളാഹി നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടോ? തീർച്ചയായും സ്നേഹിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ലല്ലോ, ഇഷ്ടംപോലെ പറയാനുണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും, അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അതൊക്കെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഇത്രത്തോളം നന്നായി പറഞ്ഞ വളരെ നല്ല ഒരായത്ത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റായത്തുകളൊക്കെ ഗംഭീരമാണെങ്കിലും ഈ ആയത്തിൽ വല്ലാതെ നിബിധങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് ചില സഹാബികളൊക്കെ എല്ലാ നിസ്കാരത്തിന് ശേഷം 10 വട്ടം ഈ ആയത്ത് ഓതുമായിരുന്നത്രേ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. കാരണം ഈ 4 കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ വല്ലാത്തതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോടുള്ള ആ സ്നേഹം, അള്ളാഹുവിന്റെ റസൂല് കാണിച്ച സ്നേഹം, അത് അപാരമാണ്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെന്തെങ്കിലും ഒരു വിഷമം സഹിക്കുന്നത് നബിതങ്ങൾക്ക് താങ്ങാനാവൂലായിരുന്നു. അസീസുൻ അലൈഹി, നബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത കേസാണ്. മാനിറ്റും, നിങ്ങളൊന്ന് ചെറുതായി വിഷമിക്കുന്നത്, നിങ്ങളൊന്ന് ചെറുതായി നോവുന്നത് റസൂലുള്ളാഹിക്ക് താങ്ങാൻ കഴിയാത്ത കേസാണ്. അസീസുൻ അലൈഹി ശദീദുൻ അലൈഹി, നബിതങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. എന്ത്? ഒരു ചെറിയ വിഷമം, നിങ്ങൾ ചെറുതായി ഒന്ന് വിഷമിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന് അതൊരു വലിയ വിഷയമാണ്, താങ്ങാൻ കഴിയാത്ത കേസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ വിഷമത്തിൽ പങ്കുചേരും. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നതിൽ താങ്ങാൻ കഴിയില്ല, അതേ സമയത്തോ നബി വിഷമിക്കുന്നത് ഇത്രയും താങ്ങാൻ കഴിയുമെന്ന് അതേ അങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് മഹാന്മാർ പറയുന്നു. നിങ്ങൾ വിഷമിക്കുന്നത് താങ്ങാൻ കഴിയൂല, സ്വന്തം വിഷമം താങ്ങും. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. മുസ്ലിമിന്റെ ലക്ഷണം അതാണ്. അതാണ് ഹബീബ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പഠിപ്പിച്ച ഈ ഒന്നാമത്തെ ഹബീബ് എന്ന പദത്തിനെ മാത്രം വിശദീകരിച്ചുകൊണ്ട് ഇമാം ബഹുമാനപ്പെട്ട ബാജൂരിയും അതുപോലെ തന്നെ ഖർബൂത്തിയും ഇവരൊക്കെ കൊണ്ടുപോയ മാർഗങ്ങൾ വിശദീകരിക്കുമ്പോഴേക്ക് സമയം വൈകുകയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മഹബത്ത് നബിതങ്ങൾക്കുണ്ടായിരുന്നു, നമുക്കും ഉണ്ടാവണം. നമുക്ക് നബിതങ്ങളോട് അങ്ങോട്ട് മഹബത്ത് വേണം. ഇമാം ബൂസീരിക്ക് ഉണ്ടായിരുന്നു. നബിതങ്ങൾക്ക് ഇങ്ങോട്ട് എന്തായാലും സമുദായത്തോടുണ്ട്. എങ്ങനെ? നമ്മളൊക്കെ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണാറുണ്ട്, അവരൊക്കെ നമ്മളെ സ്നേഹിക്കാറുണ്ട്. അനുയായികളായ നമ്മളെ എന്തിനു? ദുർലാക്കുകൾക്ക് വേണ്ടിയല്ലേ സ്നേഹിക്കല്? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് രോഗമാണെന്ന് കേൾക്കുമ്പോഴേക്ക് അവർ ഹോസ്പിറ്റലിൽ ഓടി വരും, അഡ്മിറ്റ് ആണെങ്കിൽ കാണാൻ വേണ്ടി. കാരണം എന്താ? കാരണം എന്തേ? നിങ്ങൾ ഇവിടുന്ന് എണീറ്റാൽ ഇനിയും കൊടി പിടിക്കണ്ടേ? നിങ്ങൾ ഇനിയും ചുമരെഴുതണ്ടേ? നിങ്ങൾ ഇനിയും പ്രകടനം നടത്തണ്ടേ? നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ഊർജം അവർക്ക് ആവശ്യമുണ്ട്. അതിനാണ് നിങ്ങളെ വന്ന് കാണുന്നത്. സ്നേഹം അഭിനയിക്കുകയാണ്. സ്നേഹപ്രകടനം യഥാർത്ഥത്തിൽ അഭിനയമാണ്. ഇവിടെ പ്രകടിപ്പിക്കുകയാണ്, ഉള്ളിലില്ല, വെറുതെ എങ്ങനെ കാണിക്കുകയാണ്, ഞാൻ നിന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ തനിനിറം അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ നിങ്ങൾ? നമുക്ക് എന്തെങ്കിലും പറ്റി നോക്കണം. നമ്മളെ ഭാര്യ ഹോസ്പിറ്റലിലാണെങ്കിൽ ഓടി വരും. അതെന്തിനെ? നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. ഭാര്യ ഹോസ്പിറ്റലിലാകുമ്പോഴേക്ക് അയാൾക്ക് വിഷമം വന്നിട്ടല്ല, പക്ഷേ ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട സമയത്ത് ഒന്ന് വന്നു നോക്കിയില്ലല്ലോ എങ്ങായി എന്ന് നമുക്ക് തോന്നുന്നു കരുതിയിട്ടാണ് വന്നു നോക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നു മരിച്ചാൽ നാളെ നിങ്ങളുടെ വിധവകളുടെ കാര്യം ഏറ്റെടുക്കാൻ ഈ നേതാവുണ്ടാവില്ല. നിങ്ങളുടെ അനാഥ മക്കൾക്ക് ഒരു നേരത്തെ അരി എത്തിക്കാൻ ഇവനെ കിട്ടില്ല. കാരണം എന്തേ? മുഹമ്മദ് ഏതായാലും പോയി, അബൂബക്കർ ഏതായാലും പോയി, ഇനി നമ്മളെന്താ അങ്ങോട്ട് പോയിട്ട്? ഇനി അവളും കുട്ടികളും എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ. കണ്ടോ? ആത്മാർത്ഥമല്ല, നിഷ്കളങ്കമല്ല സ്നേഹം എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലോ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മരണപ്പെടുമ്പോ ആ വിധവകളെ റസൂലുള്ള ഏറ്റെടുക്കുന്നു. ഒരു വിധവയെ ഏറ്റെടുത്താൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന കൂലി പ്രഖ്യാപിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്ത്? ദുർലാക്കുകളോടെയുള്ള സ്നേഹമല്ല, വൈകാരികമായ സ്നേഹമല്ല,
മറ്റു ദുർലാക്കുകളില്ല. മറിച്ച് അവർക്ക് ഭക്ഷണം എത്തിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ജഅഫർ ഇബ്നു അബീ താലിബിന്റെ കുടുംബത്തെ റസൂലുള്ളാഹി തങ്ങൾ നോക്കിയിട്ടുണ്ട്, ആ അനാഥകളെ റസൂലുള്ളാഹി നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. എന്റെ കൂട്ടുകാരാ, ഞാൻ പറയുന്നത്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നേതാവിന് നിങ്ങളോട് നിഷ്കളങ്കമായ സ്നേഹമായിരുന്നെങ്കിൽ നിങ്ങളെ വീട്ടിൽ വരണം, വിവരങ്ങൾ അന്വേഷിക്കണം, എത്ര കാലം കഴിഞ്ഞാലും അത് തുടർന്നുകൊണ്ടിരിക്കണം. അതില്ല. ഇവിടെയാണ് സ്നേഹങ്ങൾ ജാടകളാണെന്ന് കാണുന്നത്. എന്നാലോ അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി വേദനിക്കും. അത് മാത്രമല്ല, മൺമറഞ്ഞു പോയ പ്രവർത്തകർക്ക് വേണ്ടി അതിലേറെ വേദനിച്ചിരുന്നു ഹബീബ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അത് നല്ല ഫിറ്റായൊരു സംഭവമാണ്, നമുക്കൊക്കെ അറിയാവുന്നൊരു സംഭവം. ഇതിനോട് കൂട്ടി വായിക്കും. നബിതങ്ങൾ ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോ സഹാബത്ത് കൊണ്ട് കൂടെ നബിതങ്ങൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്തു, പെട്ടെന്നായിട്ട് നിന്നു. സഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരൊലിപ്പിക്കുകയാണ്. ഒന്നുമല്ല, ഇന്നഹുമാ ലയുഅദ്ദബാൻ വമാ യുഅദ്ദബാനി ഫീ കബീർ. രണ്ട് ഖബറുണ്ട്, ആ ഖബറും പുറത്തേക്ക് ചൂണ്ടിയിട്ട് നബി പറയുന്നു, ഇവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഇവർ ശിക്ഷിക്കപ്പെടുന്നത് ഇവർ അത്ര വലിയ കാര്യമായി കണ്ട തെറ്റിലല്ല, ഇവർ നിസ്സാരമായി ചെയ്തുകൊണ്ടിരുന്ന തെറ്റ്. ഒരാൾ മൂത്രം വേണ്ടത്ര ശുദ്ധിയാക്കാത്തയാളും മറ്റേയാൾ നമീമത്ത് പറയുന്നയാളും, ഇതൊക്കെ നമുക്കറിയാം. ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്താൻ, ഇവർ അത്ര വലിയ കാര്യത്തിലൊന്നും അല്ല ശിക്ഷിക്കപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞ വിഷയം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പക്ഷേ ഇവർ വല്ലാതെ പീഡനം അനുഭവിക്കുന്നു, എനിക്കിത് കണ്ടു പോകാൻ കഴിയുന്നില്ല. ഇതാ നബി ഇവിടെ നിന്ന്. ഇതിപ്പോ നബി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂല്ലോ ഖബറിന്റെ ഉള്ളിലുള്ള കഥ. സഹാബത്ത് ഇത് അറിയില്ല, ഒപ്പമുള്ള സഹാബത്ത് ഇത് അറിയില്ല. നബിക്കാണ് പോയാൽ പോരെ. അപ്പൊ നബി തങ്ങൾക്ക് മൺമറഞ്ഞുപോയ തന്റെ പ്രവർത്തകർ വിഷമം അനുഭവിക്കുന്നത് അസീസുൻ അലൈഹി മാ അനിത്തും. കണ്ടോ, നിഷ്കളങ്കമാണ് ഈ സ്നേഹം, നിഷ്കളങ്കമാണ് ഈ സ്നേഹം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുറച്ചു നേരം ഇവിടെ നിൽക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഒരു ഈത്തപ്പന മട്ടൽ കൊണ്ടുപോവാ, അത് നടുക പൊളിച്ചിട്ട് രണ്ട് പിളർപ്പാക്കി പിളർത്തിട്ട് നബി തങ്ങൾ ഒന്നൊരു കബറും പുറത്തും കുത്തുമ്പോ ഇവർ ചോദിച്ചു, എന്തിനാ നബിയെ ഇത്? ഒന്നുമല്ല, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഖബറിനകത്ത് പീഡിപ്പിക്കപ്പെടുമ്പോ ഇത് കണ്ടെനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്തത്. വലൗ അന്നഹും ളലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നബി തന്റെ ഉമ്മത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ ഉറപ്പാണ് ആ ഉമ്മത്തിന് അല്ലാഹു പുറത്തു കൊടുക്കും. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഇസ്തിഗ്ഫാർ പറയുമ്പം ഇവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നു, ശിക്ഷ ഉയർത്തപ്പെടുന്നു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്തോറും ഇത് കിട്ടും. പക്ഷെ എനിക്ക് ഇവിടെ തന്നെ ചൊല്ലിക്കൂടാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനില്ലേ. അപ്പൊ എനിക്ക് പോകണം. പോകുമ്പോ അങ്ങനെ ഇവരെ ഒറ്റക്കാക്കിയാൽ പോയിക്കൂടാ, കാരണം ഇവരെ വീണ്ടും ശിക്ഷിക്കപ്പെടും. അത് പറ്റൂല. എനിക്കിവിടെ നിൽക്കുന്നതിന് സമയനഷ്ടമുണ്ട്. എന്നാൽ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് സമയനഷ്ടമില്ലാത്ത ഒരു നിർജീവിയായ തസ്ബീഹ് ചൊല്ലുന്ന ഒരു ജീവിയെ, ഒരു വസ്തുവിനെ ഞാൻ ഇവിടെ വെച്ചു പോകുകയാണ്. എന്തേ അത്? എല്ലാ പച്ചയായ സാധനങ്ങളും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ഖുർആൻ പറഞ്ഞതാണല്ലോ, എല്ലാം തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഉണങ്ങാത്ത കാലത്തോളം ഇവ തസ്ബീഹ് ചൊല്ലും. ആ പ്രയോഗത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പ്രയോഗിച്ചത് കാണാം, മാലം ബസ. ഇതിരണ്ടും ഉണങ്ങാത്ത കാലത്തോളം, ഉണങ്ങിയാ പിന്നെ ചൊല്ലൂല. പച്ചയായി നിൽക്കുന്ന കാലത്ത് അപ്പൊ ഇത് തെളുത്ത് വരികയാണെങ്കിൽ, ഖബറും പുറത്തുള്ള ചെടികൾ തെളുത്തു നിന്നാൽ അവ തസ്ബീഹ് ചൊല്ലും. ആ തസ്ബീഹിന്റെ പ്രതിഫലം കൊണ്ട് അവ ഇവിടുന്ന് ദിക്റും ഇസ്തിഗ്ഫാറും തസ്ബീഹും ചൊല്ലുന്നു എന്ന കാരണം കൊണ്ട് ഖബറാളിക്ക് സുഖം ലഭിക്കും, ഖബറാളിക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റൂലേ, എന്റെ അസിസ്റ്റന്റ് ഇവിടെ നിൽക്കട്ടെ. ഈ ഈത്തപ്പനയും എന്റെ അസിസ്റ്റന്റാണ്. എന്റെ പ്രവർത്തകർക്ക് വേദന ലഘൂകരിക്കാൻ വേണ്ടിയുള്ള എന്റെ പകരക്കാരനായി ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഒരു പരിഹാരം കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അസീസുൻ അലൈഹി മാ അനിത്തും. ഈ നിഷ്കളങ്കമായ സ്നേഹത്തിന് സമാനമായ ഒരു സ്നേഹം ഏതെങ്കിലും ഒരു നേതാവിന് എടുത്തു കാണിക്കാൻ കഴിയുമോ? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഒരിക്കലുമില്ല, നിങ്ങൾക്കൊരിക്കലും അത് കാണിക്കാൻ കഴിയില്ല. എന്നാൽ ആ കൂട്ടത്തിൽ നിങ്ങളൊരു കാര്യവും കൂടെ വരികൾക്കിടയിൽ വായിക്കണം. നമ്മൾ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയാ പറഞ്ഞത്, പക്ഷെ വരികൾക്കിടയിൽ ഒരു കാര്യം വായിക്കണം. അതെന്താ? ഖബറും പുറത്തിരുന്ന ഒരു മരത്തടി തസ്ബീഹും ദിക്റും ചൊല്ലിയാൽ ആ ഖബറാളിക്ക് ഗുണം കിട്ടുമെങ്കിൽ, സാക്ഷാൽ ഒരു മനുഷ്യത്തടി ഖബറും പുറത്തിരുന്ന ദിക്റും തസ്ബീഹും ചൊല്ലിയാൽ ഒരു ഗുണവും കിട്ടില്ലെന്ന് പറയുന്നവനെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവനെ നിങ്ങൾ മെന്റൽ ഹോസ്പിറ്റലിലാക്കുക, അല്ലാതെ അവന് ചികിത്സയില്ല. അത് നമ്മൾ കൂട്ടത്തിൽ വായിച്ചു പോകേണ്ടതാണ് വരികൾക്കിടയിൽ. കാരണം ഇത് എത്ര വലിയ വിഡിത്തമാണ് ഈ പറയുന്നത്. എന്റെ കൂട്ടുകാർ, അത് ഇടയ്ക്ക് കൂട്ടത്തിലൊന്ന് ചിന്തിച്ചു പോവുക. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ, നിങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്നു അല്ലാഹുവിന്റെ റസൂല്. അതാര് എന്ന് നോക്കാതെ മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത്
മദീന പള്ളിയിൽ ഒരു മയ്യത്ത് വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ പണ്ട് ഓതിപ്പോയ ഹദീസുകളാണ് ഞാൻ പറയുന്നത്. വല്ലാതെ അസീസുൻ അലൈഹി മാ അനിത്തും എന്നതിനോട് വളരെ ഫിറ്റായ കാര്യങ്ങളാ. നിങ്ങളുടെ വേദന നിബിധങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. മദീന പള്ളിയിൽ ഒരു മയ്യത്ത് വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാറുണ്ടായിരുന്നത്രേ, ഈ മയ്യത്തിന് വല്ല കടവുമുണ്ടോ? പറയും, അതേ കടമുണ്ട്. കടമുള്ള മയ്യത്താണെങ്കിൽ എനിക്ക് 1000 തരാനുണ്ട്, മറ്റേയാൾക്ക് 2000 തരാനുണ്ട്. നബിതങ്ങൾ ഉടനെ തന്നെ പറയും, ആരെങ്കിലും കയറി നിസ്കരിച്ചോ? ഞാൻ നിസ്കരിക്കില്ല. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തിന് വല്ലാത്ത വിഷമം. സുബ്ഹാനല്ലാഹ്, എന്താണിത്? അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാഞ്ഞാൽ ഈ മയ്യത്തിന്റെ കുടുംബത്തിന് എത്ര വേദനയായിരിക്കും ഇത്. ഉറപ്പല്ലേ? നിങ്ങളുടെ മയ്യത്തിൽ നിങ്ങൾ ആദരിക്കപ്പെടുന്ന ഒരാൾ, നിങ്ങളുടെ വാപ്പ ഉമ്മ മരിച്ചിട്ട് അവിടെ വരിക, എന്നിട്ട് പറയും വേറെ ആരും നിസ്കരിച്ചോളി എന്ന് അയാൾ ഇറങ്ങിപ്പോയാൽ നമുക്ക് എത്രമാത്രം വിഷമമുണ്ടാക്കുക. മഹാൻ ഇറങ്ങിപ്പോയാൽ വല്ലാതെ വേദനിക്കും. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതിരിക്കുമ്പോൾ സഹാബത്തി എന്ന് പറയുന്നത്, നബിയെ അത് പറയരുത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വിഷമാകൂലേ? നബിയെ നിങ്ങൾ നിസ്കരിക്കണം, ഞങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയണം, നിങ്ങൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫിഹി എന്ന് നിങ്ങൾ പറയണം നബിയെ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്ന, ഇല്ല ഞാൻ നിസ്കരിക്കൂല, ആരെങ്കിലും നിസ്കരിച്ചോ? നബി തങ്ങൾക്ക് ഇതിലൊരു ലക്ഷ്യമുണ്ട്. അതിനാണ് ഹദീസിൽ ഇത് പറഞ്ഞത്. നബി തങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ഇവർ വീണ്ടും വീണ്ടും നിർബന്ധിക്കുമ്പോൾ നബി തങ്ങൾ പറയുന്നു, ഞാൻ നിസ്കരിക്കൂല എന്ന് പറഞ്ഞ കാരണം എന്താണെന്നറിയോ? ഞാൻ ഒരാളുടെ മുമ്പിൽ വെച്ച് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫിഹി എന്ന് പറഞ്ഞാൽ അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തോളണം. ഒരു വെറുമ്പണി എടുക്കാൻ എനിക്കാവൂല. പക്ഷെ കട ഉണ്ടായാൽ ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുക്കൂലല്ലോ. ഉറപ്പല്ലേ? പിന്നെ എന്തിന് ഞാൻ ആ വെറുമ്പണി എടുക്കാനില്ല. ഇനി ഞാൻ നിസ്കരിക്കണം നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? ഇവർക്ക് നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹിക്ക് ആദ്യം തന്നെ അറിയാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഈ ശാഠ്യം പിടിക്കുന്നത്. നിർബന്ധമുണ്ടോ? എന്റെ കൂട്ടുകാരനെ ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് വീണ്ടും അയാളെ ഖബറിലേക്ക് യാത്രയാക്കിയിട്ട് അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് ഹബീബിന് താങ്ങാനാവാത്ത കേസാണ്. ആര്? മണ്ണിനടിയിൽ മൺമറഞ്ഞു കിടക്കുന്ന ഒരു പ്രവർത്തകന്റെ വേദനയിൽ നോവുന്ന ഈ നേതാവിനെ നിങ്ങൾ കണ്ടോ കൂട്ടുകാരാ? നബി തങ്ങൾ പറയുന്നു, ഞാൻ നിസ്കരിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? അതേ, എല്ലാവരും പറയുന്നു. എന്നാൽ ഉസ്മാൻ എവിടെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്? ഈ സാധുവിന്റെ കടമേറ്റെടുക്ക്. അള്ളാഹുവിന്റെ റസൂല് പറയാൻ, 1000 നിങ്ങൾ അങ്ങേറ്റെടുക്ക്. എല്ലാവരും സദസ്സിൽ നിന്ന് അത് വീതിച്ച് ഏറ്റെടുക്കുന്നു. നബിയെ ഞാൻ ഇത്ര ഏറ്റെടുത്തു. കടം മുഴുവൻ അങ്ങ് വീടുമ്പം അള്ളാഹുവിന്റെ റസൂല് കയറി നിന്ന് നിസ്കരിക്കുന്നു. ഇത്രമാത്രമുള്ള ഒരു ഹബീബിനെ എന്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് ലോകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അള്ളാഹുവിന്റെ ഹബീബിന് നമ്മളോടുള്ള സ്നേഹം? ഹുവൽ ഹബീബുല്ലദീ തുർദാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ. ഇതല്ലേ എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുന്ന ലോകം. ആരെങ്കിലും ഈ വിഷയം ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് നല്ലവണ്ണം ഉള്ളിൽ തട്ടി ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂല് ജീവിതകാലത്ത് മാത്രമല്ല, പ്രവർത്തകരെ പുറമോടി കാണിച്ച് വെറുതെ ദുർലാക്കുകളോട് സ്നേഹിച്ച നേതാവല്ല, മനസ്സറിഞ്ഞ് പ്രവർത്തകരെ സ്നേഹിച്ച നേതാവാൻ. നമ്മളൊക്കെ നേരെ തിരിച്ചാണ്. കാരണം പണ്ടൊരാള് അധികാരിന്റെ ഭാര്യ മരിച്ചോലോ എന്ന് കേട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ ഓടിപ്പോവുക. അധികാരിന്റെ ഭാര്യ മരിച്ചോലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ വഴിയുന്ന ഒരാൾ ചോദിച്ചു, ഇജ്ജ് എവിടുക്കാ പോകണമെന്ന് വെച്ച്. അധികാരിന്റെ പെണ്ണുങ്ങൾ മരിച്ചിട്ടുണ്ട്, അവിടെ ചെന്ന് പോകാൻ ഞാൻ മോശമല്ലേ? ഇയാൾ ഭയങ്കര ഓട്ടാ. എന്നാ വേഗം പോയിക്കോ. അധികാരിന്റെ പെണ്ണുങ്ങളല്ല, അധികാരിയാ മരിച്ചത് എന്ന് പറഞ്ഞു. അധികാരിന്റെ പെണ്ണുങ്ങൾ മരിച്ചാൽ തന്നെ ഇയാൾ ഓടുന്നുണ്ടെങ്കിൽ അധികാരിയാണെന്ന് പറഞ്ഞാൽ അയാൾ മുറുക്കി ഓടണമല്ലോ. അപ്പൊ അധികാരിയാണ് പറഞ്ഞപ്പോൾ ഇയാൾ തിരിച്ച് പുരയ്ക്ക് തന്നെ പോവാ. അപ്പൊ മറ്റേ ആൾ ചോദിച്ചത്ര, അതെന്തേ? അധികാരിന്റെ ഭാര്യ മരിച്ചിട്ട് പോകുന്ന നിങ്ങൾ അധികാരി മരിച്ചിട്ട് പോകാതിരിക്കുന്നത്? അപ്പൊ ചോദിച്ചാൽ അധികാരിയാ മരിച്ചെങ്കിൽ ഇനി എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അധികാരിന്റെ ഭാര്യ മരിച്ചോടത്ത് പോകുന്നത് നാളെ നമുക്ക് അവിടെ പോകണം, വില്ലേജ് ഓഫീസിൽ പോകണം, അധികാരിയെ കൊണ്ട് ചില കാര്യങ്ങൾ നമുക്കുണ്ട്, അതിനാണ്. അതിന് എന്റെ ഭാര്യ മരിച്ചപ്പോഴൊക്കെ വന്ന ആളാണെന്ന് പറയുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം കൂടുതലുണ്ടാവും. അപ്പൊ മൂപ്പരിൽ നിന്ന് എന്തൊക്കെ ദുർലാക്കുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ആ ആളാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേണ്ട, അതേ രൂപത്തിലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ല. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയം അതിക്രമിച്ചു. കൃത്യമായി കൃത്യത പുലർത്തണമെന്ന നിർബന്ധമുള്ളതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശഫാഅത്തിന്റെ കടുപ്പം
ഷഫാഅത്ത് ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നമ്മുടെ അവസ്ഥ എത്രമാത്രം ഭയാനകമാണ് എന്നൊക്കെ എടുത്തു പറയേണ്ടതായിരുന്നു. അതൊന്നും പറയാൻ സമയം കിട്ടൂല എന്നതുകൊണ്ടാണ് ചുരുക്കിയത്. ഇൻഷാ അല്ലാഹ് ഇനിയും വരുന്നു. ഇഷ്ടംപോലെ സംഭവങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ വെക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹിൽ അൻസാരിയെ പോലുള്ള മഹാന്മാർ, ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അദ്ദേഹം 1000-ൽ പരം വരുന്ന പേജുകളുള്ള തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മാത്രമാണ് പരാമർശിക്കുന്നത്. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ. എത്രയോ പേജുകള്, 1000 ചില്ലാനം പേജുകളാണ് യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ കിതാബ് മഹാനവറുകൾ എഴുതിയത്. 1000 ചില്ലാനം പേജുകള്, 1025 പേജുകളില് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മാത്രമാണ് മഹാനവറുകൾ എഴുതുന്നത്. ഇഷ്ടം പോലെ ഇതൊക്കെ പറയാൻ നിന്നാൽ എത്രയായാലും തീരില്ല. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയുടെ വരികൾക്ക് ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മഹാനായ ഇമാം ബൂസീരിയോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിന്റെ ഓരത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കയ്യൊഴിക്കരുത് റഹ്മാനെ.